1997 അവസാനത്തോടെയാണ് ന്യൂഡൽഹി ബ്യൂറോയിലേക്ക് രണ്ടാം തവണ പോകുന്നത്. അവിടെ എത്തി പിറ്റേന്ന് പ്രൊഫസർ KV തോമസ് എന്നെ വിളിക്കുന്നു. അന്ന് അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവായി മാറിക്കഴിഞ്ഞിരുന്നു. അതുമാത്രമല്ല, സോണിയാഗാന്ധിയുമായി വളരെ നല്ല ബന്ധം പുലർത്തുന്ന ഒരു സമയമാണ്. അദ്ദേഹം ചോദിച്ചാൽ ഒരു അപ്പോയിൻമെൻ്റ് കിട്ടും. അത്തരത്തിലുള്ള ഒരു ബന്ധം വികസിപ്പിച്ചെടുത്തിരുന്നു അദ്ദേഹം സോണിയാഗാന്ധിയുമായി. അപ്പോൾ എന്നോട് പറഞ്ഞു, എടോ ഞാൻ നാളെ സോണിയാഗാന്ധിയെ കാണുന്നുണ്ട്, എനിക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്, താൻ വരുന്നോ എന്ന് ചോദിച്ചു. വാസ്തവത്തിൽ വലിയ സന്തോഷമായി. കാരണം അന്നത്തെ സമയത്ത് സോണിയാഗാന്ധി പൊതുരംഗത്തേക്ക് വന്നിരുന്നില്ല. അമേത്തിയിൽ ഒരു യോഗത്തിൽ സംസാരിച്ചതൊഴിച്ചാൽ പൊതുപ്രവർത്തന രംഗത്ത് അവർ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. 10 ജൻപത്തിലെ വീട്ടിൽ തന്നെ കഴിയുകയാണ്. നമ്മളാരും ചോദിച്ചാൽ അപ്പോയിൻമെൻറ്റ് കിട്ടില്ല. ഡൽഹിയിലെ പത്രപ്രവർത്തകർക്ക് പോലും ആ സമയങ്ങളിൽ അവരെ കാണാൻ അനുമതി നൽകിയിരുന്നില്ല. പക്ഷേ പ്രൊഫസർ തോമസിനെ പോലെയുള്ള കോൺഗ്രസ്സിലെ പ്രധാന നേതാക്കൾക്കൊക്കെ വല്ലപ്പോഴും അപ്പോയിൻമെൻറ്റ് കിട്ടുമായിരുന്നു. അങ്ങനെയാണ് മാഷക്ക് സോണിയാജിയെ കാണാനുള്ളൊരു അവസരം കിട്ടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായും എനിക്ക് താല്പര്യമുണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പ്രത്യേക അപേക്ഷ കൊടുക്കണം, നമ്മൾ ഫോട്ടോ കൊടുക്കണമെന്ന്. അങ്ങനെ അതെല്ലാം മാഷ് തന്നെ ചെയ്തു. ഞങ്ങൾ അപ്പോയിൻമെൻറ്റ് കിട്ടിയ ദിവസം ഒരു വൈകുന്നേരമായിരുന്നു. അവിടെ വലിയ സെക്യൂരിറ്റിയാണ്. എനിക്ക് തോന്നുന്നു അന്ന് ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഡൽഹിയിലെ സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ വളരെ ശക്തിപ്പെടുത്തിയിരുന്നു, VIPസിനൊക്കെ ഉള്ളത്. അങ്ങനെ ഞങ്ങളവിടെ ചെന്നു. അപ്പം മാഷിനെ പരിചയപ്പെടുത്തി, ഇങ്ങനെ കേരളത്തിൽ നിന്നുള്ള ആളാണ്, മാതൃഭൂമിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം മാതൃഭൂമിയെ പറ്റി കേട്ടിട്ടുണ്ടെന്ന് സോണിയ പറയുന്നു. അപ്പം മാഷുമായിട്ട് പൊളിറ്റിക്കൽ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അന്ന് സോണിയാഗാന്ധി ഈ കോൺഗ്രസ്സിൽ അങ്ങനെ സജീവമായിട്ടില്ല. അപ്പോൾ കോൺഗ്രസ്സിലെ കാര്യങ്ങളൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ കാഴ്ചക്കാരനായി അല്ലെങ്കിൽ കേൾവിക്കാരനായി ഇരിക്കുകയാണ്. അപ്പം പിരിയാൻ നേരത്തെ ഞാൻ ചോദിച്ചു, ഒരു ചെറിയ ഇൻ്റർവ്യൂ അനുവദിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നോ ഇൻ്റർവ്യൂ, ഞാൻ ആരോടും സംസാരിക്കാറില്ല, പലരും ഇൻ്റർവ്യൂ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ അന്ന് സോണിയാഗാന്ധി പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വരണം, സജീവ രാഷ്ട്രീയത്തിലേക്ക് വരണം, അങ്ങനെയുള്ള ഒരു ആവശ്യം കോൺഗ്രസ് പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ നിന്ന്, നേതാക്കളിൽ നിന്നൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അന്ന് സീതാറാം കേസരിയാണ് പ്രസിഡൻറ്റ്, AICC പ്രസിഡൻറ്റ്. അപ്പോൾ അങ്ങനെ ഒരു സോണിയാജിക്ക് വേണ്ടിയുള്ളൊരു ചെറിയ തോതിലുള്ള മുറവിളി ആരംഭിച്ചു കഴിഞ്ഞ ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് എന്നോട് പറഞ്ഞു, പലരും ചോദിക്കുന്നുണ്ട്, ഞാൻ ആരെയും അനുവദിച്ചിട്ടില്ല ഇതുവരെ എന്ന് പറഞ്ഞു. ഞാൻ അവസാനം ഇങ്ങനെ എൻ്റെ ഒരു വളരെ വിനയത്തോടുകൂടി എനിക്കൊരു 10 ചോദ്യങ്ങൾ ചോദിക്കാനുള്ളൊരവസരം മതി എന്ന് പറയുമ്പം ഒരു 10 ക്വസ്റ്റ്യൻസ് എന്താ ഉദ്ദേശിക്കുന്നത്? 10 ക്വസ്റ്റ്യൻസ് ഒന്നും അതൊരു വലിയ ഇൻ്റർവ്യൂ ആയല്ലോ എന്നൊക്കെ പറഞ്ഞ് അവസാനം 2 ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു അനുമതി കിട്ടി. അപ്പോൾ ഞാനിങ്ങനെ 2 ചോദ്യം, ഇങ്ങനെ 2, 3, 4 ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു. അതിൽ സോണിയാഗാന്ധി ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് 98 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങും എന്ന് പറഞ്ഞു. അതൊരു പുതിയ വാർത്തയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉറപ്പായിട്ട് അവർ ഇതുവരെ കോൺഗ്രസ് പ്രചാരണത്തിനിറങ്ങുമെന്ന് പറഞ്ഞിരുന്നില്ല. അപ്പോൾ അതെനിക്ക് ലഭിച്ച, ഞാൻ ഈ 2ാം തവണ ഡൽഹിയിലെത്തി കഴിഞ്ഞ ഉടനെ ലഭിച്ച ഒരു നല്ല വാർത്തയായിരുന്നു. അത് നന്നായിട്ട് മാതൃഭൂമിയുടെ 1ാം പേജിൽ വന്നത് ഞാൻ ഓർക്കുന്നു. നമ്മൾ നേരത്തെ 1-2 കാര്യങ്ങൾ പറഞ്ഞല്ലോ. നരസിംഹറാവുമായിട്ട് അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു കൂടിക്കാഴ്ച, അതുപോലെ തന്നെ വിമാനത്തിൽ ഹർകിഷൻ സിംഗ് സുർജിത്തുമായിട്ട് സംസാരിക്കാനും കിട്ടിയ അവസരം, ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന അഭാഗ്യങ്ങളാണ്. അതുപോലെയായിരുന്നു ഈ സോണിയാഗാന്ധിയുമായിട്ടുള്ള ഈ 3-4 ചോദ്യങ്ങൾ അടങ്ങുന്ന അതിനെ ഒരു ഇൻ്റർവ്യൂ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അങ്ങനെ വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും അതൊരു പ്രധാനപ്പെട്ട വാർത്തയായി. ആ ഡിസംബർ 28, 1997 ഡിസംബർ 28 ഈ കോൺഗ്രസിൻ്റെ ബ്രീഫിങ് നടക്കുകയാണ് വൈകുന്നേരങ്ങളിൽ. ഡൽഹിയിൽ അങ്ങനെയാണ്, എല്ലാ ദിവസവും കോൺഗ്രസിൻ്റെ ബ്രീഫിംഗ് ഉണ്ടോ AICC ഓഫീസിൽ. 24
അക്ബർ റോഡ്, അതാണല്ലോ കോൺഗ്രസിൻ്റെ ഓഫീസ്. അവിടെ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, വക്താക്കൾ, അവരാണ് പലപ്പോഴും സംസാരിക്കുക. അവരാരെങ്കിലും വന്ന് അന്ന് കോൺഗ്രസ്സിന് രാജ്യത്തോട് പറയാനുള്ള കാര്യങ്ങൾ പറയും. അങ്ങനെ ഒരു ബ്രീഫിംഗ് എല്ലാ ദിവസവും ഉണ്ടാവും. ബി ജെ പിക്ക് ഉണ്ടത്, അങ്ങനത്തെ ഒരു ഡെയിലി ബ്രീഫിംഗ് അന്നുണ്ട്. ഇന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എ ഐ സി സിയിൽ ഇപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ CPM പോലുള്ള പാർട്ടികൾ അങ്ങനെയല്ല, അവർക്ക് ഡെയിലി ബ്രീഫിംഗ് ഒന്നുമില്ല. അത്യാവശ്യ സന്ദർഭങ്ങളിൽ വളരെ അപൂർവമായിട്ട് ജനറൽ സെക്രട്ടറി ഒരു പത്രസമ്മേളനം വിളിക്കും, അല്ലെങ്കിൽ പത്രക്കുറിപ്പുകളിലൂടെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുക. അതാണ് കോൺഗ്രസ്സിൽ അങ്ങനെയല്ല, ഡെയിലി ബ്രീഫിങ്ങാണ്. അപ്പോൾ ഞങ്ങൾ ഡെയിലി ബ്രീഫിങ്ങിന് അവിടെ ചെല്ലുന്നു. അപ്പം അതിന് മുമ്പായിട്ട് നമ്പർ 10 ജൻപത്തിൽ നിന്നൊരു കുറിപ്പ് AICC പ്രസിഡന്റ് കേസരിക്ക്, സീതാറാം കേസരിക്ക് കൊടുത്തയച്ചു. അതിൽ പറഞ്ഞിരുന്നത് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വേണ്ടി സോണിയാഗാന്ധി പ്രചാരണത്തിനിറങ്ങും എന്നുള്ളതാണ്. ഒറ്റവരി കുറിപ്പായിരുന്നു അത്. ഇത് വായിച്ചപ്പോൾ വാസ്തവത്തിൽ കേസരിജിയുടെ മുഖം വല്ലാതെ മങ്ങിയെന്നാണ് ആ കത്തുമായിട്ട് പോയ ആൾ പിന്നീട് എന്നോട് പറഞ്ഞത്. അദ്ദേഹം ഒന്നും പറയാതെ തന്നെ അത് VN ഗാഡ്ഗിലിനെ ഏൽപ്പിച്ചു. ഗാഡ്ഗിൽ അന്ന് കോൺഗ്രസിൻ്റെ മുഖ്യ വക്താവാണ്. അവരാണ് സാധാരണഗതിയിൽ ഈ ബ്രീഫിങ് നടത്തുക. അന്നത്തെ ബ്രീഫിങ്ങിൽ ഗാഡ്ഗിൽ ഇക്കാര്യം പറയുകയും ചെയ്തു. അതായത് കോൺഗ്രസ് പ്രചാരണ റാലികളിൽ സോണിയാഗാന്ധി പ്രസംഗിക്കും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സോണിയ എന്നോട് സംസാരിച്ചപ്പോൾ എൻ്റെ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞ കാര്യം അങ്ങനെ അത് സംഭവിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ 98 സോണിയാഗാന്ധി ഏതാണ്ട് 100ഓളം യോഗങ്ങളിൽ പ്രസംഗിച്ചു. പക്ഷേ കേസരി അങ്ങനെ കാര്യമായ റാലികളിൽ, പ്രചാരണ സമ്മേളനങ്ങളിലൊന്നും പങ്കെടുത്തില്ല. അത്തവണത്തെ പ്രധാന താരം, പ്രചാരണത്തിലെ താര പരിവേഷമുള്ള വ്യക്തി, അല്ലെ താരപ്രചാരക സോണിയാഗാന്ധിയായിരുന്നു. സോണിയയുടെ ആദ്യ റാലി രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട ശ്രീപെരുമ്പുത്തൂരിൽ നിന്നായിരുന്നു. അവിടെ നിന്നാണ് അവർ ആരംഭിച്ചത്. അതിനുശേഷം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അവർ പോവുകയും സംസാരിക്കുകയും ചെയ്തു. വലിയ ആൾക്കൂട്ടത്തെ ആകർഷിക്കുന്നതിന് സോണിയയ്ക്ക് സാധിച്ചു. പക്ഷേ തെരഞ്ഞെടുപ്പിൽ അത്ര വലിയ നേട്ടമുണ്ടാക്കാൻ അന്ന് കോൺഗ്രസ്സിന് സാധിച്ചില്ല. 141 സീറ്റാണ് കോൺഗ്രസ്സിന് ലഭിച്ചത്. BJPക്ക് 182 സീറ്റ്. പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ സോണിയ ഇല്ലാതെ കേസരി ആയിരുന്നു ആ തെരഞ്ഞെടുപ്പിനെ നയിച്ചിരുന്നതെങ്കിൽ ഇത്രയും സീറ്റ് പോലും ലഭിക്കുമായിരുന്നില്ല എന്നാണ് പിന്നീട് നിരീക്ഷകരൊക്കെ പറയുകയും എഴുതുകയും ചെയ്തത്. ഇത്ര മോശമല്ലാത്ത ഒരു നമ്പേഴ്സിലേക്ക് എത്താൻ സോണിയാഗാന്ധിയുടെ സാന്നിധ്യം സഹായിച്ചു. 141 സീറ്റ്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഉടനെ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി ചേർന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പോസ്റ്റ്മോർട്ടം നടത്തി. പരാജയ കാരണങ്ങൾ, അല്ലെങ്കിൽ എന്തുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട ഒരു ഫലമുണ്ടായില്ല, കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ചർച്ച. അത് വളരെ സാധാരണഗതിയിൽ നടക്കുന്നതാണല്ലോ. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഏത് പാർട്ടിയും അവരുടെ പ്രധാന സമിതികൾ ചേർന്ന് ആ തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യുന്നു. അതുപോലൊരു യോഗം. അതിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി പാസ്സാക്കിയൊരു പ്രമേയം, അതിൽ സോണിയാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ സഹായങ്ങൾക്ക് വലിയ തോതിൽ നന്ദി പറയുന്ന ഒരു പാരഗ്രാഫ് ഉണ്ടായിരുന്നു. അതേസമയം പ്രസിഡന്റ് കേസരിയെക്കുറിച്ച് വെറും ഒരു വാചകം മാത്രമാണ് ആ പ്രമേയത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ കോൺഗ്രസ്സിൽ എന്താണ് സംഭവിക്കാൻ പോവുക എന്നുള്ളത് വ്യക്തമായിരുന്നു. പവാറും അർജുൻ സിംഗും തമ്മിൽ വലിയ ഫൈറ്റാണ്. പക്ഷേ അവർ രണ്ടുപേരും കേസരി മാറി സോണിയാഗാന്ധി വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുപോലെ തന്നെയാണ് ദിഗ്വിജയ് സിംഗ്, അർജുൻ സിംഗ്. ഇവർക്കെല്ലാം തമ്മിൽ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടെങ്കിലും ഇവരെല്ലാം കേസരി മാറണം എന്ന നിലപാടുകാരായിരുന്നു. കാരണം കേസരി വളരെ പ്രായമാണ്. അന്ന് എനിക്ക് തോന്നുന്നു 82 വയസ്സോ മറ്റോ ഉണ്ട്. എല്ലാവരും ചാച്ച എന്നാണ് വിളിക്കുന്നത്. പഴയ കോൺഗ്രസ് തീപ്പൊരിയൊക്കെയാണ് ബീഹാറിൽ നിന്നുള്ള. പക്ഷേ അദ്ദേഹത്തിനൊരു ജനകീയ അടിത്തറ അന്നില്ല. കാരണം ജനക്കൂട്ടത്തെ ആകർഷിക്കാനുള്ള ഒരു കഴിവില്ല. അപ്പം ആ ഒരു സാഹചര്യത്തിൽ സോണിയാഗാന്ധിയെപ്പോലൊരാൾ വരിക, കോൺഗ്രസ്സിന് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവും എന്നൊക്കെ കരുതി. AK ആൻ്റണിക്കും കരുണാകരനും ഒക്കെ സോണിയ വരുന്നതിനോട്
അനുകൂലമായിരുന്നു. പിന്നീട് സോണിയാഗാന്ധിയെ AICC പ്രസിഡൻ്റാക്കി കൊണ്ടുവരുന്നതിൽ കരുണാകരനും ആൻ്റണിയും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയും ചെയ്തു. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. 1998 മാർച്ച് 9 AICC ആസ്ഥാനത്ത് കേസരി ഒരു പത്രസമ്മേളനം വിളിച്ചു. അതിൽ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഇത് തിങ്കളാഴ്ചയാണ്. ബുധനാഴ്ച ചേരുന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ തൻ്റെ രാജി ഔപചാരികമായിട്ട് നൽകും എന്നും അദ്ദേഹം ഈ പത്രസമ്മേളനത്തിൽ പത്രക്കാരോടൊക്കെ പറഞ്ഞു. അതുവരെ അദ്ദേഹം എടുത്തിരുന്ന നിലപാട്, എന്നെ AICC ആണ് തിരഞ്ഞെടുത്തത്, AICCയുടെ മുമ്പിൽ മാത്രമേ ഞാൻ രാജിവെക്കുകയുള്ളൂ എന്നൊരു നിലപാടാണ് എടുത്തിരുന്നത്. പക്ഷേ പാർട്ടിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് ഈ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ രാജി സമർപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞത്. ഈ പത്രസമ്മേളനത്തിൽ അദ്ദേഹം വളരെ സന്തോഷഭാവത്തിലൊക്കെയാണ് സംസാരിച്ചത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് കടന്നുപോയി. അപ്പോൾ കുറേ സീനിയർ പത്രക്കാരുടെ കൂട്ടത്തിൽ നമ്മളും അതിനകത്ത് ഇടിച്ചു കയറി. അപ്പോൾ അദ്ദേഹം ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു, ഇവിടെ ഈ പാർട്ടിയിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാണുകയാണല്ലോ. ഞാനിനി എന്താണ് കൂടുതൽ പറയേണ്ടത്? ഞാൻ മാന്യമായി രാജിവെച്ചൊഴിയാൻ ആഗ്രഹിക്കുന്നു. അതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ സോണിയാഗാന്ധിയുമായി സംസാരിച്ചു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ രാജിപ്രഖ്യാപനം നടത്തുന്നത്. ഇത് പറയുമ്പോൾ അദ്ദേഹം വളരെ ക്ഷുഭിതനായിരുന്നു. ഒട്ടും സന്തോഷത്തോടെയല്ല സംസാരിച്ചത്. അദ്ദേഹം വലിയ തോതിലുള്ള സമ്മർദ്ദങ്ങൾ നേരിടുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ ബുധനാഴ്ചയാണല്ലോ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. അന്ന് രാവിലെ AK ആൻ്റണി, അഹമ്മദ് പട്ടേൽ, മാധവറാവു സിന്ധ്യ എന്നിവർ സോണിയാഗാന്ധിയെ ചെന്ന് കണ്ടു, നമ്പർ 10 ജൻപതിൽ. അപ്പോൾ അവരൊരു കാര്യം പറഞ്ഞു, കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ മുഴുവൻ ആളുകളും സമ്മതിക്കുകയാണെങ്കിൽ മാത്രം ഞാൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കും. ഒരാളെങ്കിലും എതിരഭിപ്രായം പറഞ്ഞാൽ ഞാൻ ഉണ്ടാവില്ല. ഇത് പിന്നീട് ആൻ്റണി തന്നെ പറഞ്ഞതാണ്. അപ്പോൾ അതിനുശേഷം ഉടനെ അദ്ദേഹം കേരള ഹൗസിലേക്ക് മടങ്ങി വന്നു. അപ്പം ഞങ്ങളൊക്കെ കേരള ഹൗസിലുണ്ട്. അവിടുന്ന് അദ്ദേഹം കേസരിയെ വിളിക്കുകയാണ് ടെലിഫോണിൽ. അപ്പോൾ ക്ഷേത്ര ദർശനത്തിന് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പം തിരിച്ചു വരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവർ പോയിട്ട് കേസരിയെ കാണുന്നുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഈ വർക്കിംഗ് കമ്മിറ്റിയിൽ രാജിക്കാര്യം പ്രസു ചെയ്യരുത്. കാരണം ഞാൻ രാജി പ്രഖ്യാപിച്ചു, ഉടനെ തന്നെ വർക്കിംഗ് കമ്മിറ്റി ചേർന്നിട്ട് അത് അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു, എനിക്ക് പകരം ആളിനെ വയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതെനിക്ക് അവമാനകരമാണ്. ഞാനതിൻ്റെ ഒരു സമയമെടുത്ത് രാജിവെച്ചു കൊള്ളാം. അതുകൊണ്ട് ഈ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ അത് വരരുത്. സോണിയാഗാന്ധി വരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം, എൻ്റെയും നിലപാട് അതാണ്. പക്ഷേ നിങ്ങൾ ഇക്കാര്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം. അപ്പോൾ പ്രണബ് മുഖർജിയൊക്കെ അദ്ദേഹത്തിന് കേസരിയോട് വളരെ അടുപ്പമായിരുന്നു. പക്ഷേ ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും കേസരി മാറണം എന്ന അഭിപ്രായത്തിലേക്ക് പ്രണബും വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വളരെ സീനിയറായിട്ടുള്ളൊരു നേതാവാണ്, അദ്ദേഹത്തെ അപമാനിച്ച് പുറത്തുവിടരുത്, അദ്ദേഹത്തെ വേദനിപ്പിക്കരുത് എന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് ഒരു സമവായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ വർക്കിംഗ് കമ്മിറ്റി ചേരുന്നത്. 13 മിനിറ്റോ മറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡറെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അജണ്ട തീരുമാനിച്ച് യോഗം പെട്ടെന്ന് പിരിയുകയാണ് ചെയ്തത്. കേസരിയെ പാർട്ടിയിൽ നിന്ന് മാറ്റുന്ന കാര്യമോ സോണിയയെ പകരം കൊണ്ടുവരുന്ന കാര്യമോ അവിടെ ചർച്ചയുണ്ടായില്ല. 14-ാം തീയതി കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ചേരാൻ തീരുമാനിച്ചാണ് വർക്കിംഗ് കമ്മിറ്റി യോഗം പിരിഞ്ഞത്. അതിൻ്റെ പിറ്റേന്ന്, വർക്കിംഗ് കമ്മിറ്റിയുടെ പിറ്റേന്ന് കേസരി സോണിയാഗാന്ധിയെ കണ്ടു. അദ്ദേഹം രാജിവെക്കുകയാണെന്ന് പറഞ്ഞു. കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടു. അന്ന് ഉച്ചയ്ക്ക് വൈസ് പ്രസിഡന്റ് ജിതേന്ദ്ര പ്രസാദയുടെ വീട്ടിൽ പ്രവർത്തക സമിതി അംഗങ്ങൾക്കൊരു ഉച്ചഭക്ഷണം ഏർപ്പാടാക്കിയിരുന്നു. അതിനെല്ലാവരും അദ്ദേഹം ക്ഷണിച്ചിരുന്നു. ആൻ്റണി അടക്കം കേസരി അടക്കം എല്ലാവരും അതിൽ പങ്കെടുത്തു. അവിടെയും
കേസരി മാറുന്നു എന്ന ഒരു സൂചനയാണ് ലഭിച്ചത്. പക്ഷേ ഇതിനിടയ്ക്കൊരു കുസൃതി കേസരിയുടെ ഭാഗത്തു നിന്നുണ്ടായി. 14-ാം തീയതിയിലേക്ക് നിശ്ചയിച്ചിരുന്ന പാർലമെൻ്ററി പാർട്ടി യോഗം അദ്ദേഹം 16-ലേക്ക് മാറ്റി. അതിനൊരു രസകരമായ കാരണമുണ്ടായിരുന്നു. അടൽ ബിഹാരി വാജ്പേയിക്ക് ജയലളിതയുടെ അണ്ണാ ഡി എം കെ പിന്തുണ പ്രഖ്യാപിക്കുമെന്നാണ് അതുവരെ എല്ലാവരും കരുതിയിരുന്നത്, വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഈ സമയമായിട്ടും അവർ പിന്തുണ നൽകുന്നത് പറഞ്ഞുകൊണ്ടുള്ളൊരു കത്ത് കൊടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ ഒരു അനിശ്ചിതത്വം ഉണ്ടായി, അവിടെ ഒരു ആശയക്കുഴപ്പം ഉണ്ടായി. അണ്ണാ ഡി എം കെ പിന്തുണ നൽകുമോ? ഇനി അണ്ണാ ഡി എം കെ വാജ്പേയിയെ പിന്തുണയ്ക്കുന്നില്ലെങ്കിൽ പിന്നീടുള്ള പോംവഴി കോൺഗ്രസിനെ ക്ഷണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 14-ാം തീയതി ചേർന്ന് പാർലമെൻ്ററി പാർട്ടി ലീഡറെ തിരഞ്ഞെടുത്താൽ ആ ലീഡറെ ആയിരിക്കും രാഷ്ട്രപതി ക്ഷണിക്കുക. ഇനി ലീഡർ ആയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും പാർട്ടി പ്രസിഡൻറ്റിനെ ക്ഷണിക്കും. ഈ ഒരു കണക്കുകൂട്ടലിലായിരിക്കണം ഈ 14-ാം തീയതി വെച്ച പാർലമെൻ്ററി പാർട്ടി യോഗം 16-ലേക്ക് കേസരി മാറ്റിയത്. അത് ഈ നേതാക്കൾക്കിടയിൽ, അതായത് അദ്ദേഹം ഉടനെ രാജിവെക്കുമെന്ന് വിശ്വസിച്ചിരുന്ന നേതാക്കൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കി. അവർക്ക് അത്ര രുചിച്ചില്ല. അവർ വീണ്ടും പല തലത്തിലുള്ള ചർച്ചകൾ നടത്തുന്നു. 14-ാം തീയതി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ചേരുന്നതിന് വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ജിതേന്ദ്ര പ്രസാദയുടെ അധ്യക്ഷതയിൽ വർക്കിംഗ് കമ്മിറ്റി ചേരുന്നതിന് തീരുമാനിച്ചു. 14-ാം തീയതി അക്ബർ റോഡിലെ ഈ 24-ാം നമ്പർ ബംഗ്ലാവ് കോൺഗ്രസ് പ്രവർത്തകരെ കൊണ്ടും നേതാക്കളെ കൊണ്ടും മാധ്യമ പ്രവർത്തകരെ കൊണ്ടും നിറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ കേസരിയൊക്കെ വന്നു. കേസരിയുമായി യോഗത്തിന് പങ്കെടുക്കുന്നു. ആ യോഗത്തിൻ്റെ തുടക്കത്തിൽ പ്രണബ് കുമാർ മുഖർജി ഒരു പ്രമേയം അവതരിപ്പിക്കുകയാണ്. അതിൽ ആദ്യമായി പറഞ്ഞിരുന്നത് AICC പ്രസിഡന്റ് എന്ന നിലയിൽ കേസരി സീതാറാം കേസരി നൽകിയ സേവനങ്ങൾക്ക് പ്രവർത്തക സമിതി നന്ദി പറയുന്നു. ഒപ്പം അടുത്ത വാചകമായിട്ട് AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സോണിയാഗാന്ധിയെ ക്ഷണിക്കുന്നു. അവർ ആ സ്ഥാനം ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് കേസരി പ്രതീക്ഷിച്ചില്ല. ഇത് കേട്ടപാടെ കേസരി വല്ലാതെ ക്ഷോഭിച്ചു, അല്ലെങ്കിൽ വല്ലാതെ നിരാശയായി. അദ്ദേഹം അവിടെ നിന്ന് പെട്ടെന്ന് തിടുക്കത്തിൽ പുറത്തിറങ്ങി അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് പോയി. പല സീനിയർ നേതാക്കളും അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചെങ്കിലും അദ്ദേഹം അതിന് തയ്യാറായില്ല. അദ്ദേഹത്തിൻ്റെ മുറിയിൽ കതകടച്ചിരുന്നു. ഈ പ്രമേയം പാസ്സായി. അതായത് AICC പ്രസിഡന്റ് സ്ഥാനം സോണിയാഗാന്ധി ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന പ്രമേയം അങ്ങനെ പാസ്സായി. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അത് അംഗീകരിച്ചു. പ്രണബ് കുമാർ മുഖർജിയും ജിതേന്ദ്ര പ്രസാദിയും VN ഗാഡ്ഗിലും ചേർന്നാണ് കാത്തുനിന്ന മാധ്യമപ്രവർത്തകരെ ഈ തീരുമാനം അറിയിക്കുന്നത്. ഈ സമയത്തൊക്കെയും കേസരി അദ്ദേഹത്തിൻ്റെ മുറിയിൽ തന്നെ കതകടച്ച് ഇരിക്കുകയായിരുന്നു. യോഗ തീരുമാനം സോണിയാഗാന്ധിയെ അറിയിക്കുന്നതിനും അവരെ AICC ഓഫീസിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വരുന്നതിനും ആൻ്റണിയും ഗുലാം നബി ആസാദും അടക്കമുള്ള ഒരു സംഘം നേതാക്കളാണ് പോയത്. അക്ബർ റോഡിലെ 24-ാം നമ്പർ വസതിയും ഈ നമ്പർ 10 ജൻപത്ത് പറയുന്നതും തൊട്ടടുത്തുള്ള ബംഗ്ലാവുകളാണ്. പക്ഷേ 2 റോഡിലേക്കാണ് ഇതിൻ്റെ മുൻവശത്തെ ഗേറ്റുകൾ തുറക്കുന്നത്. അതുകൊണ്ടാണ് ഒന്ന് അക്ബർ റോഡിലെ 24-ാം നമ്പർ വീടും മറ്റത് ജൻപത്ത് റോഡിലെ 10-ാം നമ്പർ വീടുമായിട്ട് മാറിയത്. പക്ഷേ ഇത് അടുത്തടുത്ത കോമ്പൗണ്ടുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആൻ്റണിയും മറ്റുമാണ് സോണിയാഗാന്ധിയെ ക്ഷണിച്ചുകൊണ്ട് വരുന്നതിന് പോയത്. അവരവിടെ ചെന്നു. സോണിയാഗാന്ധിയെയും കൂട്ടിക്കൊണ്ടവർ ഓഫീസിലേക്ക് വന്നു. പിന്നീട് ഈ കോൺഗ്രസ് ഓഫീസ് ഒരു ആവേശക്കടലായിട്ട് മാറുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോഴേക്കും ഈ ബ്രീഫിംഗ് കഴിഞ്ഞിരുന്നു. ആ ബ്രീഫിങ്ങിൽ പത്രലേഖകർ ചോദിച്ചു, അതായത് പ്രണബിനോടും ജിതേന്ദ്രയോടും മറ്റും ജിതേന്ദ്ര പ്രസാദിയോടും മറ്റും ചോദിച്ചു, നിങ്ങൾ കേസരിയെ സ്ഥാനത്ത് നിന്ന് മാറ്റിയതാണോ എന്ന്. അപ്പോൾ അതിന് വ്യക്തമായ ഒരു ഉത്തരം അവരാരും പറഞ്ഞില്ല കേട്ടോ. അവർ പറഞ്ഞത് പുതിയ പ്രസിഡൻ്റായിട്ട് സ്ഥാനമേൽക്കുന്നതിന് ഞങ്ങൾ സോണിയാഗാന്ധിയോട് ആവശ്യപ്പെട്ടു, ക്ഷണിച്ചു എന്നാണ്. വാസ്തവത്തിൽ അത് കേസരിയെ പുറത്താക്കുന്നതിന് തുല്യമായിരുന്നു. എന്തായാലും സോണിയാഗാന്ധി ഓഫീസിലെത്തി, പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു. അപ്പോഴും നമ്മുടെ കേസരിജി അദ്ദേഹത്തിൻ്റെ മുറിയിൽ കതകടച്ച് ഇരിക്കുകയായിരുന്നു. കോൺഗ്രസിൻ്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായൊരു നടപടിയാണ്
അന്നവിടെ സംഭവിച്ചത്. തിരഞ്ഞെടുക്കപ്പെട്ട AICC പ്രസിഡന്റ് അത് AICC യോഗം തിരഞ്ഞെടുത്തതാണ്. AICC ഡെലിഗേറ്റുകൾ അംഗങ്ങൾ തിരഞ്ഞെടുത്തതാണ്. അദ്ദേഹത്തെ അങ്ങനെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി കൂടി സ്ഥാനഭ്രഷ്ടനാക്കുക എന്നുള്ളത് ഭരണഘടന പ്രകാരം ശരിയല്ല. അതിന് പകരം മറ്റൊരാളെ പ്രസിഡന്റ് ആക്കുന്നതും ശരിയല്ല. പക്ഷേ ഭരണഘടനയിൽ ഒരു വ്യവസ്ഥയുണ്ട്. പാർട്ടി ഒരു അടിയന്തര സാഹചര്യത്തെ നേരിടുകയാണെങ്കിൽ എന്ത് തീരുമാനമെടുക്കുന്നതിനും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിക്ക്, പ്രവർത്തക സമിതിക്ക് അധികാരമുണ്ടായിരിക്കും. അതുപയോഗിച്ചാണ് ഈ തീരുമാനമുണ്ടായത്. പക്ഷേ അന്ന് എന്ത് അടിയന്തര സാഹചര്യത്തെയാണ് കോൺഗ്രസ് നേരിട്ടതെന്ന് നമുക്കാർക്കും ഇപ്പോഴും അറിയില്ല. ഇവരെല്ലാവരും കൂടെ തീരുമാനിച്ചു കേസരി പോകണം, സോണിയ വരണം. കേസരി പോയി, സോണിയ വന്നു. അങ്ങനെയാണ് സോണിയാഗാന്ധി കോൺഗ്രസ് പ്രസിഡൻ്റ് ആവുന്നത്. പിന്നീട് ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി ഏറ്റവും ദീർഘകാലം കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്ന വ്യക്തി എന്ന നിലയിൽ തുടർച്ചയായിട്ട് 23 വർഷം അവർ പ്രസിഡൻ്റായിരുന്നു. പിന്നീട് 2 വർഷം കൂടി ഒരു താൽക്കാലിക അടിസ്ഥാനത്തിൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചു. അങ്ങനെ മൊത്തം 25 വർഷം അവർ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അവൻ പറഞ്ഞു, ഞാനും കൂടെ വരാം, ആ വീട് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. 12-13 വയസ്സ് വരുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അവനെ കൂടെ ടാക്സിയിൽ കയറ്റി ഞങ്ങൾ ഈ ഷിൻഡെ കാ ചാവനിയിലേക്ക് പോകുമ്പോൾ അവനെന്നോട് ആദ്യം ചോദിച്ച ചോദ്യം അടൽജി പ്രധാനമന്ത്രിയാകുമോ എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അടൽജി ആയിരിക്കും നമ്മുടെ അടുത്ത പ്രധാനമന്ത്രി എന്ന് പറഞ്ഞപ്പോൾ പെയൻസ് പറഞ്ഞു, അപ്പോൾ അടൽജി ഇവിടെ വരും, പ്രധാനമന്ത്രിയായാൽ തീർച്ചയായിട്ടും ഇവിടെ വരും, അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിനൊരു വലിയ സ്വീകരണം നൽകും എന്നൊക്കെ ഇവൻ എന്നോട് പറഞ്ഞു. പിന്നീട് ഇവനായിരുന്നു എൻ്റെ ഒരു ഗൈഡ് അവിടെ പല സ്ഥലങ്ങളിൽ പോകാനായിട്ട്. ഈ നഗരത്തിൽ നിന്ന് ഷിൻഡെ കാ ചാവനിയിലേക്ക് വരുമ്പോൾ ധാരാളം കോട്ടകൾ കാണാം. ചിലപ്പോൾ കോട്ടകളുടെ അവശിഷ്ടങ്ങൾ ഒക്കെ കാണാം.